മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ തലമുറ അനുഭവിച്ച ദുരന്തം എന്തായിരുന്നു നിങ്ങൾക്കറിയാലോ. എന്താണത്? വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആയിരുന്നു, പ്രതിസന്ധികളൊക്കെ ആയിരുന്നു. എന്നാൽ ഈ തലമുറ അനുഭവിക്കുന്നത് എന്താ? വിദ്യാഭ്യാസം ഉണ്ടായിട്ടും പ്രശ്നങ്ങളും ദുരന്തങ്ങളും പ്രതിസന്ധികളും തന്നെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുള്ള കുറേ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുകയാണ്. അപ്പോൾ രണ്ടായാലും പ്രശ്നങ്ങളും ദുരന്തങ്ങളും പോയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ വിദ്യാഭ്യാസം മാറി, ഒരുപാട് വിദ്യ നേടി, വിദ്യാഭ്യാസം മാറി, പക്ഷേ വിദ്യ നേടിയ മനുഷ്യൻ മാറിയിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താ? കാരണം അകത്തെ ഇമോഷണൽ ലിറ്ററസി, വൈകാരിക ശാസ്ത്രം, അവർ കല എവിടെയും പഠിപ്പിക്കപ്പെട്ടില്ല, ആരും അതിനെ ശ്രദ്ധിച്ചില്ല, ആരും അതിലേക്ക് ശ്രദ്ധയും കൊടുത്തില്ല. വീണ്ടും വീണ്ടും ആളുകൾ വിദ്യാഭ്യാസം നേടിയവരും അല്ലേ കൊലപാതകത്തിലും മയക്കുമരുന്നിലും എല്ലാറ്റിലും ഉള്ളത് വിദ്യാഭ്യാസം കുറഞ്ഞവരൊന്നല്ല, വിദ്യാഭ്യാസം ഉള്ളവരും തന്നെയാണ്. അവർക്ക് മാറ്റം വരുന്നില്ല എന്നർത്ഥം. കാരണം ഇതാണ്, ഇമോഷണൽ ലിറ്ററസി, വൈകാരിക സാക്ഷരത നമുക്ക് നേടാൻ പറ്റിയില്ല. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും പറ്റാതെ പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ മാറേണ്ടത് പുറത്തെ ടൂള് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ടൂള് മാത്രമല്ല മാറേണ്ടത്. വിദ്യാഭ്യാസം ഒരു ഉദാഹരണം, അങ്ങനെ എന്തിൻ്റെയും. മറിച്ച് മാറേണ്ടത് അകത്തെ തോട്ടാണ് മാറേണ്ടത്. അകത്തെ തോട്ടിനെ നിയന്ത്രിക്കുന്ന ഇമോഷൻസാണ് മാറേണ്ടത്. കാരണം നമ്മൾ എപ്പോഴാണ് ഇമോഷൻ വരുന്നത്, അപ്പോൾ തോട്ട് നെഗറ്റീവ് ആവുന്നു, ബിഹേവിയർ, പെരുമാറ്റം നെഗറ്റീവ് ആവുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, കുടുംബത്തിനും സമൂഹത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവനവനും ദോഷം ചെയ്യുന്നു, എല്ലാവർക്കും ദോഷമാകുന്നു. അവിടെയാണ് മാറ്റം വരേണ്ടതെന്നർത്ഥം.